ബീഫ് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം റൈസാണ് സെറ്റാക്കണേ. 3 ഗ്ലാസ് അരി ഞാൻ കുതിർത്തിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 6 ഗ്ലാസ് വെള്ളവും ഇടിച്ച മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും നെയ്യും ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് നമുക്ക് വേവിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള അരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം. ബീഫ് കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പെരുംജീരകം പൊട്ടിച്ചെടുക്കാം കേട്ടോ. പെരുംജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോളയും തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് പച്ചമുളക്, മല്ലിയുടെ ഇല, സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പെരുംജീരകം, കുരുമുളക് എന്നിവ നന്നായി മിക്സിയിൽ അരച്ചെടുത്ത അരപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വാടി കിട്ടാൻ വേണ്ടി മാത്രമാണ് കൂടുതൽ ഇടാത്തത്. ബീഫിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നുറുക്കി വെച്ച മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇത് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മുളകിൻ്റെ കുത്തൊക്കെ ഉണ്ടാവും. ആ മുളകിൻ്റെ കുത്ത് പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ മുളകിൻ്റെ കുത്തൊക്കെ പോയതിൻ്റെ ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഗ്രേവിയോട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രേവി കൊടുക്കുന്നത് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള റൈസും ആവശ്യത്തിനുള്ള നെയ്യും മല്ലിയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് നേരം നമ്മൾ ആവിമേ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണി റെഡി കേട്ടോ.